പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ജാർ കേക്ക് പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനായിട്ട് കുറച്ച് പൈനാപ്പിൾ നമുക്കൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ അരക്കപ്പ് പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ റഫായിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ല ചെറിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് കൂടി ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് അരക്കപ്പ് പൈനാപ്പിൾ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഡെസേർട്ടിൻ്റെ ബേസായിട്ട് ബിസ്ക്കറ്റിൻ്റെ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇതും നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാനായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഒന്ന് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. മിക്സിയിലിട്ട് ഒരുപാടങ്ങ് പൊടിച്ച് കളയരുത്, ചെറിയൊരു തരി വേണം. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി, ചെറിയ രീതിയിലൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനി മാറ്റി വയ്ക്കാം. ഇതിലേക്കായിട്ട് ഞാനൊരു 1/2 കപ്പ് ക്രീം അത് ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. നേരത്തെ എടുത്തു വെച്ച പൈനാപ്പിൾ, ബിസ്ക്കറ്റ് പൗഡർ, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തതാണ്, വിപ്ഡ് ക്രീം. കേക്ക് ജാറിലേക്കോ അതല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലേക്കോ ഒക്കെ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒരു കേക്ക് ജാറാണ് എടുത്തേക്കുന്നത്. ബേസായിട്ട് ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ലെവൽ ചെയ്തെടുക്കുക. അടുത്തത് ക്രീമാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ്, കുറച്ച് പൈനാപ്പിൾ പീസ്. ഓരോ ലെയറും സൈഡിൽ കൂടെ നല്ല വിസിബിളായ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതടച്ചിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ബാക്കിയുള്ളത് ഞാനിവിടെ 2 ചെറിയ വൈൻ ഗ്ലാസ്സിലും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഡ്രൈ ഫ്രൂട്ട്സോ ചോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതും കൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.